Good morning all. I am Reshma from Department of Computer Application, Bosco College, Kottiyam. Now I am going to deliver a session on graph theory which get included in the syllabus for S2 BCA of Kerala University. So graph theory എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രാഫ്, order of the graph, size of the graph, end vertices of the graph, loop as well as parallel edges. ഇങ്ങനെയുള്ള ഒരു 6 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ഗ്രാഫ്, ആ ഗ്രാഫ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് ഗ്രാഫ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിലും LKG UKG ആ ഒരു ലെവലിൽ നമ്മൾ ചില മാഗസിൻസിനകത്തൊക്കെ ഇങ്ങനൊരു പസിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ, കളിക്കൊടുക്കാനുള്ള കൊച്ചു കൊച്ചു മാഗസിൻസിനകത്ത് ഇങ്ങനൊരു പസിൽ ഉണ്ടാവണം. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കുട്ടികളെ നമ്പേഴ്സിൻ്റെ ഓർഡറിങ്ങിനെ പറ്റിയൊരു ധാരണ കൊടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തൊരു പസിലാണിത്. അപ്പോൾ ഈ പസിൽ നമ്മൾ സാധാരണ എങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് നമ്പറിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ വെർട്ടിസസിനെ നമ്മൾ ജോയിൻ ചെയ്യും. സ്ട്രൈറ്റ് ലൈൻസ് ഉപയോഗിച്ചോ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ വെർട്ടിസസിനെ ജോയിൻ ചെയ്യും. നമ്പേഴ്സ് നമ്മൾ ഓരോ വെർട്ടിസസ് ആയിട്ട് എടുത്ത് ഓരോ പോയിന്റ്സ് ആയിട്ട് ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. ഇപ്പോൾ 1 to 2, 3, 4, 5, 6, 7, 8, 9, 10. And for the completion of the picture, we will join the points 1 and 4. And the result will be a kite. The kite ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിനായിട്ടുള്ള ഈ ഫിഗർ. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഗ്രാഫ് തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത ഓരോ പോയിന്റ്സും നമ്പേഴ്സ് ഇട്ട് വെച്ച ഈ ഓരോ പോയിന്റ്സിനെയും, അതായത് ഓരോ പോയിന്റ് ഡോട്ട് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഈ ഓരോ ഡോട്ടിലും ഓരോ പോയിന്റ്സ് നമ്മൾ വെർട്ടിസസ് എന്ന് വിളിക്കും. അതായത് ഈ പടത്തിന് ഈ ഫിഗറിനെ നമ്മളൊരു ഗ്രാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ പോയിന്റ്സും എന്തായിരിക്കും, ആ ഗ്രാഫിലെ വെർട്ടിസസ് ആയിരിക്കും. ദാറ്റ് ഈസ് V1, V2, V3, V4, V5, V6 and so on. സോ ആ ഗ്രാഫിനാണ് നമ്മൾ വരച്ച ഒരു ഗ്രാഫാണ്, ജസ്റ്റ് ഫിഗറിന് അപ്പുറത്തേക്ക് ഒരു ഗ്രാഫ് ആണെങ്കിൽ ആ ഓരോ ഡോട്ടഡ് പോയിന്റ്, ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓരോരോ വെർട്ടിസസ് ആണ്. ആൻഡ് ഓൾസോ ഈ ഓരോ വെർട്ടിസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ലൈൻ അല്ലെങ്കിൽ ഏതാണ് ആ കർവ് ആണെങ്കിൽ കർവ്, ആ കർവിന് നമ്മൾ എഡ്ജസ് എന്ന് വിളിക്കും. ആ പോയിന്റ്സ് നമ്മൾ എന്ന് വിളിക്കും, വെർട്ടിസസ് എന്ന് വിളിക്കും. ആൻഡ് ഓൾസോ ദാറ്റ് ലൈൻസ്, ആ ലൈൻസിനെ നമ്മൾ എഡ്ജസ് എന്ന് വിളിക്കും. Therefore, V1 V2 നമ്മൾ ജോയിൻ ചെയ്യുന്ന എഡ്ജ് നമ്മൾ ഫസ്റ്റ്, അതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന എഡ്ജ് എങ്കിൽ ആ എഡ്ജ് നമ്മൾ E1 എന്ന് എടുക്കും. എങ്കിൽ V2 V3 നമ്മൾ ജോയിൻ ചെയ്ത എഡ്ജിനെ നമ്മൾ സെക്കൻഡ് കൺസിഡർ ചെയ്യുന്ന എഡ്ജ് 2. സോ വെർട്ടിസസ് 1 വെർട്ടെക്സ് 2 കൂടെ എടുക്കും ജോയിൻ ചെയ്യുന്ന എഡ്ജ് E1, V2 V3 വെർട്ടെക്സ് 2 വെർട്ടെക്സ് 3 കൂടെ ജോയിൻ ചെയ്യുന്ന എഡ്ജ് E2, V3 to V4 become E3. ആ ഓർഡർസ്, ആ എഡ്ജിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഒരു ഓർഡറിൽ എന്ത് ചെയ്യണം, ഇതിനെ മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. E4, E5, E6, E7, E8, E9 ആൻഡ് E10. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ട ഫിഗറിൽ നിന്ന് ആ കുത്തുകൾ യോജിപ്പിക്കുക അല്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ ഓർഡർ ചെയ്യുന്ന ആ ഒരു പസിലിൽ നിന്ന് ഇപ്പോൾ എന്തായിട്ട് മാറി, ഒരു ഗ്രാഫായിട്ട് മാറി. അതുതന്നെയാണ് ബേസിക് ആയിട്ട് ഗ്രാഫിന്റെ ഡെഫിനേഷൻ. The definition of a graph is an ordered pair VE. വെർട്ടെക്സുകളെ എഡ്ജുകൾ കൊണ്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഫിഗർ. ആ വെർട്ടെക്സുകളും എഡ്ജുകളും കൂടി ചേരുന്ന ഒരു ഓർഡേർഡ് പെയറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഈ V എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റിനെ സൂചിപ്പിക്കുന്നു. E എന്ന് പറയുന്നത് എഡ്ജ് സെറ്റിനെ സൂചിപ്പിക്കുന്നു. ഹിയർ വെർട്ടെക്സ് സെറ്റ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ V. സെറ്റ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. Therefore ക്യാപിറ്റൽ V is equal to, ഈ ഫിഗറിന് നമ്മൾ ഈ ഗ്രാഫിന് നമ്മൾ ക്യാപിറ്റൽ G എന്ന പേര് കൊടുത്താൽ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ആ ഗ്രാഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് വെർട്ടിസസ് ആൻഡ് സം എഡ്ജസ്. ഈ ക്യാപിറ്റൽ V എന്ന് പറയുന്ന ഈ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ്, ഇതിനകത്ത് വെർട്ടെക്സ് ഏതൊക്കെയാണ്, V1, V2 എക്സെട്ര അപ് ടു V10. അതിനകത്തുള്ള ആ ഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത വെർട്ടെക്സുകൾ നമ്മൾ എന്തായിട്ട് എഴുതും, ആ വെർട്ടെക്സിന്റെ സെറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും അപ് ടു V10. എഡ്ജ് ക്യാപിറ്റൽ E. ഈ G എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണെങ്കിൽ ആ ഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള എഡ്ജിന്റെ സെറ്റിനെ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ E കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് E1, E2, E3 എക്സെട്ര അപ് ടു E10. അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനൊരു ഫിഗർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ദ ഓർഡേർഡ് പെയർ V ആൻഡ് ഓർഡേർഡ് പെയർ ഓഫ് ദ സെറ്റ്സ് V ആൻഡ് E.
ബി എന്ന് പറയുന്ന വെർട്ടെക്സുകളുടെ സെറ്റും ഇ എന്ന് പറയുന്ന എഡ്ജുകളുടെ സെറ്റും കൂടി ചേരുമ്പോൾ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ആ ഫിഗറിനെ അല്ലെങ്കിൽ ആ പിക്ചറാണ് എന്ന് വിളിക്കുന്നത് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ വി സെറ്റുകൾ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു സെറ്റിനകത്ത് എലമെന്റ്സിനെ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും? small letters and represent them. Therefore, V1, small letter V1, V2, V3, etc. to V1. First vertex, second vertex, third vertex, etc. Again, edge set E is equal to E1, E2, etc. to E10. This is the graph and definition. The graph is an ordered pair DE. One vertex, one ordered pair. That is, a pair order vertex, edge. Therefore, G or a graph is an ordered pair, that is ordered pair BE, such that capital B is equal to another vertex set and capital E is equal to set of edges. Continue. So, graph is an ordered pair of vertices and edges. Here V is called vertices or otherwise called nodes. Vertex and vertices and set nodes and vertices and nodes are included. That is set B and set as well as the edges are graph included G and graph that is set E and set. So, graph and basic definition. Vertices. എത്ര വേണം വെർട്ടിസസ് നമ്മൾ എടുക്കാം? അത് നമ്മൾ V1, V2, V3. സോ 3 വെർട്ടെക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആ 3 വെർട്ടെക്സ് ഞാൻ പേര് നൽകി. ഇനി ഈ വെർട്ടെക്സ് ഞാൻ ജോയിൻ ചെയ്തു. V1 ഉം V2 കൂടെ ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? എനിക്ക് ഒരു എഡ്ജ് കിട്ടി. ദാറ്റ് ഈസ് റിട്ടൺ ആസ് E1. Again, V1 ഉം V3 കൂടെ ഞാൻ ജോയിൻ ചെയ്ത എനിക്ക് എഡ്ജ് എഡ്ജ് E2. ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു ഗ്രാഫാണ്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വരയ്ക്കാം? ഗ്രാഫുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സുകളുടെയും എഡ്ജുകളുടെയും ഒരു ഓർഡേർഡ് പെയർ ആണ്. അല്ലെങ്കിൽ ആ പെയറിനെ എന്ത് വിളിക്കുന്നത്? ആ റിസൾട്ടന്റ് ഫിഗറിനെ എന്ത് വിളിക്കുന്നത്? ഗ്രാഫ് എന്ന് വിളിക്കുന്നു. ഇനി ഈ പറഞ്ഞത് തന്നെ ഈ ഗ്രാഫിനകത്ത് എഡ്ജസ് കേർവ്സ് ആവാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആവാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗ്രാഫ് എന്ന് പറയുന്ന പോർഷൻ കഴിയും. നെക്സ്റ്റ് ഇനി ബാക്കി വരുന്ന 4-5 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിനകത്ത് അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഗ്രാഫ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടേംസ് ആണെന്ന് പറയുന്നത് ഈ ബാക്കി 4 ടേംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. ഒരു വെർട്ടെക്സിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാഫിനകത്ത് number of vertices in a graph. ഒരു ഗ്രാഫ് ജി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് ജി എന്ന് പറയുന്ന ആ ഗ്രാഫിനകത്തുള്ള വെർട്ടെക്സുകളുടെ എണ്ണം, ആ വെർട്ടെക്സുകളുടെ എണ്ണത്തിന് എന്ന് വിളിക്കുന്നത് ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് വിളിക്കുന്നു. സോ ഓർഡർ ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് ഇതാണ് നമ്മൾ ജി എന്നുള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രാഫിനകത്ത് എത്ര വെർട്ടെക്സുകളുണ്ട്? V1, V2 ആൻഡ് V3. 3 വെർട്ടെക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Therefore, order of the graph G, ഈ തന്നിട്ടുള്ള G എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഓർഡർ എന്ന് പറയുന്നത് G is equal to എത്ര വരും? Number of vertices is 3. Therefore, order of the graph G is 3. First definition of graph ഇതാണ് നമ്മൾ പറഞ്ഞു. Order of a graph, that is number of vertices of a graph എന്ന് പറഞ്ഞു. ഇനി നോക്കുക ഈ ഒരു എക്സാമ്പിൾ G ഡാഷ് എന്ന് പറയുന്ന ഈ ഗ്രാഫിനകത്ത് പുതിയൊരു ഗ്രാഫാണ്. ഇതിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ട്? 4 വെർട്ടിസസ് ഉണ്ട്. Therefore, for this graph G dash, in case of the graph G dash, order of the graph എത്ര ആയിരിക്കും? 4 ആയിരിക്കും. And therefore, order of the graph നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത എന്താണ്? സൈസ് ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് G എന്ന് പറയുന്ന ഒരു ഗ്രാഫിന്റെ സൈസ് എന്താണ്? സൈസ് ഓഫ് എ ഗ്രാഫ് ഇസ് ഈക്വൽ ഓർഡർ ഓഫ് ഗ്രാഫ് എന്താണെന്ന് പറയുന്നത്? വെർട്ടെക്സുകളുടെ എണ്ണം. ഈ വെർട്ടെക്സ് അല്ലാതെ എന്തെങ്കിലും ഉണ്ട് ഗ്രാഫിനകത്ത്? എഡ്ജസിന്റെ പ്രസൻസ് ഉണ്ട് അല്ലേ? Therefore, അവിടെ വെർട്ടെക്സുകളുടെ എണ്ണത്തിന് നമ്മൾ ഓർഡർ എന്ന് വിളിച്ചെങ്കിൽ എഡ്ജുകളുടെ എണ്ണത്തിന് എന്ത് വിളിക്കുന്നത്? സൈസ് ഓഫ് ദ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. Therefore, size of G is the number of edges of G. G എന്ന് പറയുന്ന ഗ്രാഫിന്റെ സൈസ് എന്ന് പറയുന്നത് ആ G എന്ന് പറയുന്ന ഗ്രാഫിലുള്ള എഡ്ജുകളുടെ എണ്ണം. That is the number of edges of G എന്ന് വിളിക്കുന്നത് സൈസ് ഓഫ് ദ ഗ്രാഫ് എന്ന് വിളിക്കുന്നു. Therefore, graph എന്താണ്? It's an ordered pair of vertices and edges. Vertex സെറ്റിന്റെയും എഡ്ജ് സെറ്റിന്റെയും ആ ordered pair ആണ് വിളിക്കുന്നത് ഗ്രാഫ് എന്ന് പറഞ്ഞു വിളിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിഗറിനെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓർഡർ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടെക്സിന്റെ സെറ്റിനകത്ത് എത്ര വെർട്ടെക്സ് ഉണ്ട്, നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ദ ഗ്രാഫ് ആണ് എന്ന് വിളിക്കുന്നത് ഓർഡർ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ദ ഗ്രാഫിനെ എന്ന് വിളിക്കുന്നത് സൈസ് ഓഫ് ദ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ the fourth point, that is end vertices of a graph. ഒരു ഗ്രാഫിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാഫിന്റെ എൻഡ് വെർട്ടിസസ് എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്. എൻഡ് വെർട്ടിസ് എൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താ, അറ്റത്തുള്ളത് അല്ലെ, അല്ലെങ്കിൽ അവസാനമുള്ളത്. അപ്പൊ എൻഡ് വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്രാഫിൽ എൻഡ് വെർട്ടെക്സിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഗ്രാഫിന്റെ ഒരു ഇഷ്ടംപോലെ എഡ്ജസ് ഉണ്ടാവുമല്ലോ, ഈ എഡ്ജസുകളുടെ എൻഡ് വെർട്ടെക്സ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻഡ് വെർട്ടിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എഡ്ജ് E4 G' എന്ന് പറയുന്ന ഗ്രാഫില് E4 എന്ന് പറയുന്ന എഡ്ജിനെ കൺസിഡർ ചെയ്യാം. ആ എഡ്ജിനെ മാത്രമായിട്ട് ഞങ്ങൾ മാറ്റി വരച്ചാൽ therefore edge E4 is joined by the vertices V3 and V4. നോക്കുക, ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എഡ്ജിന്റെ പ്രത്യേകത വെർട്ടെക്സിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഒരു ഡോട്ട് മാത്രം ഇട്ട് നമ്മൾ വെർട്ടെക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം, V1 ആണോ മാർക്ക് ചെയ്യാം. വെർട്ടെക്സിനെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരു വെർട്ടെക്സിനെ മാത്രം സിംഗിൾ ആയിട്ടുള്ള വെർട്ടെക്സിനെ മാത്രം നമുക്ക് പറയാം, അതൊരു ഗ്രാഫാണ് V2. ഇതെന്താണ്, ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫാണ്. ഓർഡർ 1 ആയിട്ടുള്ള ഒരു വെർട്ടെക്സിന്റെ എണ്ണത്തിന് എന്ത് വിളിക്കുന്നത്, ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർഡർ 1 ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് എന്ന് പറയുന്നത് V2 എന്ന് പറയുന്നത് ഗ്രാഫ്. ഇവിടെ സൈസ് എന്തായിരിക്കും, 0 ആയിരിക്കും, എഡ്ജ് ഇല്ല, അതുകൊണ്ട് സൈസ് എന്തായിരിക്കും, 0 ആയിരിക്കും. വെർട്ടെക്സിനെ മാത്രമാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, ഒരു ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ നേരെ തിരിച്ച് എഡ്ജുകൾ മാത്രം എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ലൈൻ അല്ലെങ്കിൽ കർവ്. ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, n പോയിന്റ്സ് വേണം അല്ലെ. ഒരു ഇനിഷ്യൽ പോയിന്റ് വേണം, ഒരു ടെർമിനൽ പോയിന്റ് വേണം. ചിലപ്പോൾ എഡ്ജിനെ സംബന്ധിച്ച് എഡ്ജിന് എപ്പോഴും എന്ത് വേണം, ഇനിഷ്യൽ വെർട്ടെക്സും വേണം, ടെർമിനൽ വെർട്ടെക്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തിന് എക്സിസ്റ്റൻസ് ഉള്ളൂ, എഡ്ജിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. സോ ഒരു അത് തന്നെയാണ് എന്ന് വിളിക്കുന്നത് ഒരു എഡ്ജിന്റെ എൻഡ് വെർട്ടിസിനാണ് ഉദ്ദേശിക്കുന്നത്. ആ എഡ്ജിനെ സംബന്ധിച്ച് ആ എഡ്ജിന്റെ എക്സിസ്റ്റൻസിന് കാരണക്കാരായ രണ്ട് വെർട്ടിസസ്, ഇനിഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടിസും, അതാണ് ആ എഡ്ജിനെ സംബന്ധിച്ച ആ എഡ്ജിന്റെ രണ്ട് എൻഡ്സിലുമുള്ള വെർട്ടിസസ്. ആ ഒരു ഒരു എഡ്ജിന്റെ രണ്ട് എൻഡിലുമുള്ള വെർട്ടിസിനാണ് എന്ന് വിളിക്കുന്നത് എൻഡ് വെർട്ടിസസ് ഓഫ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ ഈ എൻഡ് വെർട്ടിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാഫിന്റെ ഒരു എഡ്ജിനെ സംബന്ധിച്ച് ആ എഡ്ജിന്റെ n പോയിന്റ്സ് അല്ലെങ്കിൽ ആ രണ്ട് എൻഡ്സിലുമുള്ള വെർട്ടിസിനാണ് എന്ന് വിളിക്കുന്നത് എൻഡ് വെർട്ടിസസ്. നമ്മൾ വിളിക്കുന്ന എൻഡ് വെർട്ടിസ് നമ്മൾ വേറൊരു പേരോട് വിളിക്കാം, ദാറ്റ് ഈസ് ടെർമിനൽ വെർട്ടിസസ്. സോ എൻഡ് വെർട്ടിസസ് ആർ ഓൾസോ കോൾഡ് ടെർമിനൽ വെർട്ടിസസ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് G' സംബന്ധിച്ച് ഗ്രാഫിനെ സംബന്ധിച്ച് ഈ 1 എന്ന് പറയുന്ന എഡ്ജിനെ ഞങ്ങൾ എടുത്ത് വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ഈ 1 ആ എഡ്ജിനെ സംബന്ധിച്ച് അതിന്റെ എൻഡ് വെർട്ടെക്സ് ഏതൊക്കെയായിരിക്കും, V1 ഉം V2 ഉം ആയിരിക്കും. അഗൈൻ ഫോർ ദ എഡ്ജ് E2 എന്ന് പറയുന്ന എഡ്ജിനെ സംബന്ധിച്ച് ഈ എഡ്ജിന്റെ എൻഡ് വെർട്ടെക്സ് ടെർമിനൽ വെർട്ടെക്സ് ഏതൊക്കെയായിരിക്കും, V1 ഉം V3 ഉം ആയിരിക്കും. ആ ഗ്രാഫിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫ് ഏതാണോ ആ ഗ്രാഫിൽ ആ കറസ്പോണ്ടിങ് എഡ്ജിന്റെ എൻഡിൽ വരുന്ന രണ്ട് വെർട്ടിസിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് എൻഡ് വെർട്ടിസസ് എന്ന് വിളിക്കുന്നു. സോ ദി നെക്സ്റ്റ് ടേം ഈസ് ലൂപ്പ്. ഒരു ഗ്രാഫിന്റെ ലൂപ്പ് എന്താണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഈ ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുക, 3 വെർട്ടിസസ് V1 V2 V3 V4 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫിന്റെ എഡ്ജ് ഞാൻ വരയ്ക്കുകയാണ്. E1 E2 E3 E4. അപ്പോൾ ഈ ഗ്രാഫിനെ G എന്ന് പേര് വിളിച്ചാൽ ഈ G എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് ആദ്യം ഒന്നുകൂടെ പറയുകയാണ്, എല്ലാ ടേംസും ഒന്നുകൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. G എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിനകത്ത് V1 V2 V3 V4 എന്ന് പറയുന്ന വെർട്ടെക്സുകളുടെ സെറ്റ് ഉണ്ട്. E1 E2 E3 E4 എന്ന് പറയുന്ന എഡ്ജുകളുടെ സെറ്റ്, അതിന്റെ ഓർഡർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഓർഡർ പെയറിനെയാണ് എന്ന് വിളിക്കുന്നത് ഈ ഗ്രാഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിന്റെ ഓർഡർ എത്രയാണ്, എത്ര നമ്പർ ഓഫ് വെർട്ടിസസ് എത്ര ഉണ്ട്, 1 2 3 4. Here order of the graph G is 4 and the size of the graph, the number of edges 1 2 3 and the size of the graph is 4. And the next term that we have dealt is end vertices. ഈ E2 എന്ന് പറയുന്ന എഡ്ജിനെ സംബന്ധിച്ച് E2 എന്ന് പറയുന്ന എഡ്ജിന്റെ G എന്ന് പറയുന്ന ഗ്രാഫിന്റെ end vertices ഒക്കെ ഏതൊക്കെയായിരിക്കും, V2 ഉം V3 ഉം ആയിരിക്കും. ഈ G എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് E2 എന്ന് പറയുന്ന എഡ്ജിന്റെ end vertices.
നെക്സ്റ്റ് വൺ ഈസ് ലൂപ്പ്. നമ്മൾ പറഞ്ഞു ഒരു എഡ്ജിനെ സംബന്ധിച്ച് ഒരു എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് ഏതൊക്കെയാണ്? ഇപ്പൊ E2 എന്ന് പറഞ്ഞ എഡ്ജിനെ സംബന്ധിച്ച് എൻഡ് വെർട്ടിസസ് V2ഉം V3ഉം. ഇനി ഈ 4 എഡ്ജ് അല്ലാതെ ഒരു എഡ്ജും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഈ ഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഈ V1 എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഡ്ജ്. ഒരു എഡ്ജ് ആകുമ്പോൾ എന്ത് വേണം? ഒരു 2 എൻഡ് വെർട്ടിസസ് വേണം. ഇനിഷ്യൽ വെർട്ടിസസും വേണം, ടെർമിനൽ വെർട്ടിസസും വേണം. ആ V1 എന്ന് പറയുന്ന ആ വെർട്ടെക്സിനാണ് ഞാൻ എന്താണ് എടുക്കുന്നത്? ഇനിഷ്യൽ വെർട്ടിക്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ വെർട്ടിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഞാൻ വരയ്ക്കാൻ പോവാണ്. ആ എഡ്ജ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നതും V1ലാണ്, എൻഡ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് V1ലാണ്. അങ്ങനത്തെ എഡ്ജാണ് ഞാൻ നെക്സ്റ്റ് നമ്പർ ഈസ് E5. E5 ആയിട്ട് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ എഡ്ജിന്റെ പ്രത്യേകത എന്താ? ആ എഡ്ജിന്റെ E5 എന്ന് പറഞ്ഞ എഡ്ജിന്റെ ടെർമിനൽ വെർട്ടിസസ് എൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. The initial vertex is V1, also terminal vertex is V1. Therefore, end vertices same ആകുന്ന തരത്തിലുള്ള എഡ്ജുകളെ എന്തെന്ന് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. തുടങ്ങുന്നത് എവിടെയാണ് അവിടെ തന്നെ എന്ത് ചെയ്യുമെന്ന് എൻഡ് ചെയ്യും. ആ ലൂപ്പ് അത് എന്തായിട്ട് മാറും? ഒരു ലൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും ആ എഡ്ജ്. Therefore, the edge, a loop is an edge with the same initial and terminal. Initial vertices, terminal vertices same ആവുന്ന രീതിയിലുള്ള എഡ്ജുകൾ എന്ന് വിളിക്കുന്നത് ലൂപ്പ് എന്ന് വിളിക്കുന്നു. സെഷനകത്തെ അവസാനത്തെ ടോപ്പിക്ക് പാരലൽ എഡ്ജസ്. ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ആ ഗ്രാഫിന്റെ പാരലൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ 4 എന്നൊരു എഡ്ജ് കൺസിഡർ ചെയ്യാം. ഈ 4 എഡ്ജിന്റെ എൻഡ് വെർട്ടിസ് ഏതൊക്കെയാണ്? V3ഉം V4ഉം ആണ്. ഈ 4 എന്ന് പറയുന്ന എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് അതേ എൻഡ് വെർട്ടിസസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു എഡ്ജ് എനിക്ക് വരയ്ക്കാൻ പറ്റും. അതായത് E3ക്കും E4നും തന്നെ എൻഡ് വെർട്ടിസസ് ആയിട്ടുള്ള മറ്റൊരു എഡ്ജ് E6 ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ആ E4 എന്ന് പറയുന്ന എഡ്ജിനെയും E6 എന്ന് പറയുന്ന എഡ്ജിനെയും എന്തായിട്ട് പറയാം? നമുക്ക് അതിന്റെ പാരലൽ എഡ്ജസ് നമുക്ക് പറയാം. അതായത് ഈ G എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് G എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരേ എൻഡ് വെർട്ടിസ് ഉള്ള 2 എഡ്ജസ് E4ഉം E6ഉം ഉണ്ട്. Therefore, we can say that E4 and E6 are the parallel edges of the graph. G ആണ് ഗ്രാഫിന്റെ പേരെങ്കിൽ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഗ്രാഫിലെ പാരലൽ എഡ്ജസ് ആണ് ഏതൊക്കെയും? E4ഉം E6ഉം. അപ്പോൾ പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഏത് 2 എഡ്ജസിനോ 2 കൂടുതലോ എഡ്ജസിന്റെ എൻഡ് വെർട്ടിസസ് സെയിം ആകുകയാണെങ്കിൽ ആ തരത്തിലുള്ള എഡ്ജസിനാണ് എന്ന് വിളിക്കുന്നത് പാരലൽ എഡ്ജസ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഗ്രാഫ് തിയറിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന 6 ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ഗ്രാഫ് എന്ന് നമുക്ക് ജനറലൈസ് അല്ലെങ്കിൽ കൺക്ലൂഡ് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഗ്രാഫ്? G എന്ന് പറയുന്ന ഗ്രാഫ് ഈസ് ദ ഓർഡർഡ് പെയർ ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഇനി ഒരു ഗ്രാഫിന്റെ ഓർഡർ എന്താണ്? ഇപ്പൊ G എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഗ്രാഫിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രാഫിന്റെ വെർട്ടിസസുകളുടെ എണ്ണം. ഈ ഗ്രാഫിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ട്? V1, V2, V3 ആൻഡ് V4. Therefore, ഈ G എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഓർഡർ ഓഫ് ദ ഗ്രാഫ് G is equal എത്രയാണ്? 4 ആണ്. And the next one is size of the graph. ഈ ഗ്രാഫിന്റെ size of the graph is G is equal to size of the graph എന്താണ് പറഞ്ഞത്? ഈ ഗ്രാഫിനകത്തുള്ള എഡ്ജുകളുടെ എണ്ണം. എത്ര എഡ്ജ് ഉണ്ട് ഇതിനകത്ത്? E1, E2, E3, E4, E5 and E6. 6 edges ഉണ്ട്. Therefore, size of the graph is 6. Next one is end vertices of an edge. ഒരു ഗ്രാഫിനകത്തുള്ള ഏതൊരു എഡ്ജിന്റെ എൻഡ് വെർട്ടിസിന്റെ വെർട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ എഡ്ജിന്റെ ഇനിഷ്യൽ വെർട്ടിസിനെയും ടെർമിനൽ വെർട്ടിസിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡ് വെർട്ടിസ് അഥവാ ടെർമിനൽ വെർട്ടിസസ് ഓഫ് എ ഗ്രാഫിനെ വിളിക്കുന്നത്. അതായത് ഈ E1 എന്ന് പറയുന്ന എഡ്ജിനെ സംബന്ധിച്ച് അതിന്റെ ടെർമിനൽ വെർട്ടിസ് അഥവാ എൻഡ് വെർട്ടിസ് ഏതൊക്കെയാണ്? V1ഉം V2ഉം ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലൂപ്പ് ഇൻ എ ഗ്രാഫ്. ഒരു ഗ്രാഫ് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എൻഡ് വെർട്ടിസസ് സെയിം ആകുകയാണ്. ഒരു എഡ്ജിന്റെ ടെർമിനൽ വെർട്ടിസസ് രണ്ടും സെയിം ആകുകയാണെങ്കിൽ ആ ടൈപ്പ് വരുന്ന എഡ്ജസിനെ എന്ന് വിളിക്കുന്നത് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ ദ ഗ്രാഫ് G, E5 is an example for the loop. Next one is parallel edges. Parallel edges എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ G എന്ന് പറഞ്ഞ ഗ്രാഫിനകത്ത് ഏതൊക്കെ എഡ്ജുകളുടെയാണ് 2 കൂടുതൽ എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് സെയിം ആകണം. എൻഡ് വെർട്ടിസസ് സെയിം ആയിട്ട് വരുന്ന 2 കൂടുതൽ എഡ്ജോ ഈ ഗ്രാഫിനകത്ത് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് എഡ്ജസിനെ എന്ന് വിളിക്കുന്നത് പാരലൽ എഡ്ജസ് അഥവാ മൾട്ടിപ്പിൾ എഡ്ജസ്. പാരലൽ എഡ്ജസിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എഡ്ജസ്. പാരലൽ എഡ്ജസ് നമുക്ക് എന്ന് വിളിക്കാം? മൾട്ടിപ്പിൾ എഡ്ജസ് എന്നും വിളിക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഡീൽ ചെയ്ത് ഗ്രാഫ് തിയറിയുടെ ബേസിക്സ് ആയ ടേംസിനെ പറ്റിയാണ്. ഗ്രാഫ്, ഓർഡർ ഓഫ് ദ ഗ്രാഫ്, സൈസ് ഓഫ് ദ ഗ്രാഫ്, എൻഡ് വെർട്ടിസസ് ഓഫ് ദ ഗ്രാഫ്, ലൂപ്പ് ആസ് വെൽ ആസ് പാരലൽ എഡ്ജസ്. ബാക്കിയുള്ള ടേംസ്, ബേസിക് ആയിട്ട് ടേംസ് കുറച്ചും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.